അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രഡിക്ഷനും കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നമ്മൾ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം 2-1 3-2 പോലെയുള്ള സ്കോറിലായിരിക്കുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ബ്രസീൽ 2-1 ജപ്പാനെ പൂട്ടിയിട്ട് നെക്സ്റ്റ് റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. കുറച്ചൊന്ന് വേർത്തു ബ്രസീൽ. കാരണം ബ്രസീലിന്റെ കയ്യിലായിരുന്നു കളിയുടെ കൺട്രോൾ മുഴുവൻ. സെക്കൻഡ് ഹാഫൊക്കെ ബ്രസീൽ തന്നെ പൂണ്ട് വിളയാടിയ മത്സരമായിരുന്നു. ജപ്പാൻ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കിടിലൻ ഗോളായിരുന്നു. എന്നാൽ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം ജപ്പാൻ കൂടുതൽ ഡിഫൻസിലോട്ടാണ് ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപ്പാന് കൂടുതൽ ആക്രമണങ്ങളും കാര്യങ്ങളൊന്നും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിട്ടില്ല. ഇത് മുതലെടുത്തുകൊണ്ട് ബ്രസീൽ രണ്ട് വിങ്ങിലൂടെ കുറച്ച് വൈഡ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായത്. കാരണം ഫസ്റ്റ് ഹാഫിൽ അവർ ചെറിയ പാസുകളുമായിട്ട് സെൻറ്ററിലൂടെയും ഇതിന്റെ മിഡിന്റെ ഇടയിലൂടെ ഒക്കെയുള്ള ഗ്യാപ്പിലൂടെ ചെറിയ പാസുകളും ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ കൊടുത്ത് മുന്നേറാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ അത് അത്ര അവർക്ക് ഫലം കണ്ടില്ല. ആഞ്ചലോട്ടി സെക്കൻഡ് ഹാഫിൽ ടാക്ടിക്സ് മാറ്റി കൂടുതൽ വൈഡായിട്ട് ബ്രസീലിന്റെ രണ്ട് വിങ്ങിലൂടെ ആയിരുന്നു അവരെ കളിയെ കൂടുതൽ ഗെയിം പ്ലേ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീലിന്റെ ആ നീക്കം ലക്ഷ്യം കണ്ടു. രണ്ട് ഗോളുകളും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായത്. അവസാനം ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി അദ്ദേഹം തൻ്റെ വേൾഡ് കപ്പിലെ ആദ്യ ഗോൾ നേടിയിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം നേടുന്ന ഗോൾ അത്രയും ഒരു ക്രൂഷ്യൽ ഗോൾ കൂടെ ആയി ബ്രസീലിന്. അപ്പോൾ ബ്രസീൽ നെക്സ്റ്റ് റൗണ്ടിൽ കടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയാൻ വന്ന കാര്യം ഇതല്ല. ഇന്നലെ നടന്ന രണ്ട് മാച്ചുകളിൽ ഇമ്പോർട്ടൻറ്റ് മാച്ചുകൾ, ഒന്ന് ജർമ്മനി വേഴ്സസ് പരാഗ്വേ, നെക്സ്റ്റ് നെതർലാൻഡ് വേഴ്സസ് മൊറോക്കോ. ഈ രണ്ട് മത്സരങ്ങളിലും വമ്പന്മാരായ നെതർലാൻഡ്സും ജർമ്മനിയും പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ആഫ്രിക്കൻ വമ്പന്മാരായ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ കരുത്തന്മാരായ മൊറോക്കോയാണ് അവർ ഞെട്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി എത്തിയ ടീമാണ് മൊറോക്കോ. അപ്പോൾ ഇപ്രാവശ്യം അവർ അവരുടെ പോരാട്ടവീര്യം കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് കളിച്ച മത്സരമായിരുന്നു. എന്നിരുന്നാൽ പോലും പെനാൽറ്റിയിലാണ് ആ മത്സരം റിസൾട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ മത്സരം ജർമ്മനി വേഴ്സസ് പരാഗ്വേ മത്സരം. ഇതിൽ ഫസ്റ്റ് ലീഡ് എടുത്തത് പരാഗ്വയാണ്. വീണ്ടും പരാഗ്വേ കൂടുതൽ ഡിഫൻസിലോട്ടായിരുന്നു വലിയുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ ജർമ്മനി ഹാവേർട്സിലൂടെ ഈക്വലൈസ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഗോൾ ജർമ്മനിക്ക് ഡീസലോവ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള കുറച്ച് കോൺട്രവേഴ്സീസ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും റഫറിയുടെ ഡിസിഷനാണ് ഫൈനൽ. അപ്പോൾ ഒന്നും പറയാനില്ല. ജർമ്മനി, നെതർലാൻഡ്സ് ഈ രണ്ട് ടീമും പുറത്തായതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇനി ഈ ഒരു വമ്പൻ ടീമുകളെ നമുക്ക് നെക്സ്റ്റ് ക്വാർട്ടറിൽ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 16 തന്നെ കാണാൻ കഴിയില്ല. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൗണ്ട് ഓഫ് 32-ൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കുറച്ച് സർപ്രൈസുകൾ ഉണ്ടായിരിക്കുമെന്ന്. അതായത് ഏതെങ്കിലും ബിഗ് ടീംസ് ഒക്കെ പുറത്താകുമെന്ന്. അപ്പോൾ അതിൽ ജർമ്മനി, നെതർലാൻഡ്സും ഫസ്റ്റ് തന്നെ പുറത്തായിട്ടുണ്ട്. ഈ ബാക്കിയുള്ള മത്സരം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും കൂടുതൽ ബിഗ് ടീംസ് റൗണ്ട് ഓഫ് 32-ൽ പുറത്താകാതെ ഇരിക്കട്ടെ. നമുക്ക് റൗണ്ട് ഓഫ് 16-ഉം ക്വാർട്ടർ ഫൈനൽസ് ഒക്കെ കൂടുതൽ ആവശ്യപരമായിട്ടുമായി കാണേണ്ടതാണ്. അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ എന്തായിരിക്കും നമുക്ക് നോക്കി കാണാം. ഓക്കെ.